ഞാൻ 97 ഒരു ക്യാമറയും എടുത്ത് സഞ്ചാരം ആരംഭിക്കുമ്പോൾ അതിന് സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. ഒരു ചാനലിന് അത് ആവശ്യം ഉണ്ടായിരുന്നില്ല. 5 കൊല്ലം ഈ കാസറ്റുകളുമായി ചാനലുകളുടെ വരാന്ത തോറും നടന്നിട്ടാണ് അവസാനം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യാമെന്ന് സമ്മതിക്കുന്നത്. അത് ഒരു പ്രതിഫലം പോലും തരാതെ. എന്നാൽ ഇന്ന് മര്യാദയ്ക്ക് മൈക്കിന്റെ മുമ്പിൽ 4 വാക്ക് പറയാൻ കഴിയുന്ന, ഒരു മൊബൈൽ ഫോണിന് മുമ്പിൽ 4 വാചകം പറയാൻ കഴിയുന്നവന് മാസം 20 ലക്ഷം രൂപ സമ്പാദിക്കാനുള്ള അവസരം തരുന്നതാണ് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ മര്യാദയ്ക്ക് 4 വാക്ക് പറയാൻ കഴിയുന്ന വാക്ചാരിത്യുള്ള ഒരാൾക്ക് മാസം 20-25 ലക്ഷം രൂപ സമ്പാദിക്കുക എന്നുള്ളത് അതിശോക്തിയല്ല. സോഷ്യൽ മീഡിയയിൽ ധാരാളം കുട്ടികൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും എൻ്റെ കൂടെ പ്രവർത്തിച്ചും ഒക്കെ പുറത്തിറങ്ങുന്നുണ്ട്. അവർ നേടുന്നത് ഓരോ മാസം എത്രയാണെന്ന് എനിക്കറിയാം. അവർ ശമ്പളം, ഈ പ്രതിഫലം മാത്രമല്ല കിട്ടുന്നത്, കേരള സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് കയറുന്ന ആളുകൾ കൂടിയായി അവർ മാറുകയാണ്. അപ്പോൾ അനന്തമായ സാധ്യതകളുടെ ഒരു ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഏതോ ഒരു മൂക്ക് കയറിട്ട് കണ്ണ് കെട്ടി വിട്ടിരിക്കുന്ന ഒരു പാതയിലൂടെ മാത്രമേ ഇനിയും പോകൂ എന്ന് ചിന്തിച്ച് ജീവിതത്തെ അങ്ങോട്ട് തകർത്ത് കളയരുത്. ജീവിതത്തെ ഇരുട്ട് നിറഞ്ഞതാക്കരുത്. ജീവിതം ആഘോഷിക്കാൻ ഉള്ളതല്ലാതാക്കരുത്. ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ തൊഴിലിലൂടെ, നമ്മളുടെ ജീവിതത്തിലൂടെ അതൊരു ആഘോഷമാക്കി മാറ്റണം. ഈ ജീവിതം ഏറ്റവും ആഹ്ലാദകരമാക്കി മാറ്റണം. ആഹ്ലാദിക്കുന്ന ഒരു മനുഷ്യനെ അടുത്തുള്ള മനുഷ്യജീവിക്ക് ആഹ്ലാദം പകർന്നു കൊടുക്കാൻ കഴിയൂ. നിരാശനായ ഒരുവന്, തകർന്ന ഒരുവന്, നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരുവന് തൊട്ടടുത്ത സമൂഹത്തിലേക്കും ഈ നെഗറ്റിവിറ്റി മാത്രമേ പ്രസരിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് ജീവിതത്തെ സന്തോഷമാക്കുന്ന, ജീവിതം ആഘോഷമാക്കുന്ന, ജീവിതം വിജയമാക്കുന്ന പുതിയ പുതിയ മേഖലകളിലേക്ക്, നിങ്ങൾക്ക് ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന മേഖലകളിലേക്ക് നടന്നു കയറുന്ന പ്രതിഭകളായി നിങ്ങൾ മാറട്ടെ. അതിന് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ മേഖലയിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തീർച്ചയായും നിങ്ങളുടെ മാതാപിതാക്കളും ഈ സമൂഹവും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.